ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാമി വിവേകാനന്ദൻ പറയുന്നൊരു കഥയുണ്ട്. ഒരിക്കൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സിംഹി, അതായത് പെൺസിംഹം, മലമുകളിൽ നിന്ന് കാൽവഴുതി താഴേക്ക് പതിച്ചു. സിംഹി വന്ന് വീണത് താഴ്വാരങ്ങളിൽ മേഞ്ഞുകൊണ്ടിരുന്ന ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ്. വീഴ്ചയിൽ സിംഹി ഒരു സിംഹക്കുട്ടിക്ക് ജന്മം നൽകി. എങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ സിംഹി ചത്തുപോയി. ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയിൽ ജന്മം കൊണ്ട സിംഹക്കുട്ടി ആടുകളുടെ സംരക്ഷണയിൽ വളരാൻ തുടങ്ങി. ആടുകളെപ്പോലെ പുല്ല് തിന്നാനും ആട്ടിൻകുട്ടികളെപ്പോലെ കരയാനും സിംഹക്കുട്ടി ശീലിച്ചു. അങ്ങനെ ആട്ടിൻകൂട്ടത്തിൽപ്പെട്ട സിംഹക്കുട്ടി ഒരാടായി വളർന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രായമായ സിംഹം ഇരപിടിക്കുവാനായി ആട്ടിൻകൂട്ടത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ അവരുടെ ഇടയിൽ അവരോടുകൂടെ നടക്കുന്ന ആ സിംഹക്കുട്ടിയെ കണ്ടു. അതിനെ ഓടിച്ചിട്ട് പിടിച്ചു. പ്രായമായ സിംഹത്തിൻ്റെ കയ്യിൽ അകപ്പെട്ട ആ സിംഹക്കുട്ടി അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. നീ ആടല്ല സിംഹമാണെന്നൊക്കെ പറഞ്ഞിട്ടും അവനൊരു മാറ്റവും ഉണ്ടായില്ല. ദേഷ്യം വന്ന പ്രായമായ സിംഹം അവനെയും കൊണ്ട് ഒരു നദിയുടെ തീരത്തെത്തി. വെള്ളത്തിൽ അവൻ്റെ രൂപം കാട്ടിക്കൊടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ആടിൻ്റെ രീതിയിലുള്ള അവൻ്റെ കരച്ചിൽ മാറ്റി സിംഹത്തെപ്പോലെ ഗർജിക്കുവാൻ പഠിപ്പിച്ചു. ഗർജിക്കാൻ പഠിച്ചപ്പോൾ സിംഹക്കുട്ടി പറഞ്ഞു, ഞാനൊരു സിംഹമാണ് എന്ന്. പ്രിയമുള്ളവരെ, ചുറ്റുപാടുകളാണ് കാട്ടിലെ രാജകുമാരനായി വളരേണ്ട സിംഹക്കുട്ടിയെ പുല്ല് തിന്നുന്നവനാക്കി മാറ്റിയത്. ഗർജനത്തിന് പകരം ഭയം നിറഞ്ഞ കരച്ചിലുണ്ടാക്കി കൊടുത്തത്. അവനവൻ്റെ അസ്തിത്വം തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഈ ലോകജീവിതത്തിൽ നാം ആദ്യം ചെയ്യേണ്ട കർത്തവ്യം. 1 യോഹന്നാൻ 3:1-2 വാക്യങ്ങൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളിൽ നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവനെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. വിശുദ്ധ വേദപുസ്തകം അവസാനിക്കാറാകുന്ന ഭാഗത്ത് വിശുദ്ധ യോഹന്നാൻ പറയുന്ന ഈ കാര്യം ബൈബിളിലെ ആദ്യ താളുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് തന്നെയാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ മഹാദൈവമാണല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. അതെ, ആ മഹാരാജാവിൻ്റെ മക്കളാണ് നാം. എന്നാൽ പലപ്പോഴും ഈ അസ്തിത്വം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവരാണ് നാം. രാജകുമാരൻ രാജാവിനെ പോലെ തന്നെ മഹത്വവും പ്രഭയും നിറഞ്ഞവനായിരിക്കണം. ഒരു വലിയ പരിശുദ്ധൻ വന്നിരിക്കുന്നു, ഒരു രൂപക്കൂട് പണിത് തരട്ടെ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്നവരുടെ മധ്യത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം. തെറ്റുകൾ നീതീകരിക്കപ്പെടുന്ന, പാപങ്ങൾ സാധൂകരിക്കപ്പെടുന്ന ഒരു ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളാണെന്ന അസ്തിത്വം തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുക എന്നത് അല്പം പ്രയാസം തന്നെ. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടം പോലെ ജീവിക്കുവാൻ അനുവാദമുള്ളവരല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലായാലും ദൈവത്തിൻ്റെ മക്കളാണെന്ന ഉത്തമ ബോധ്യത്തോടെ വിശുദ്ധിയിൽ ജീവിക്കാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നാം. വിശുദ്ധനായ രാജാവിൻ്റെ മക്കൾക്ക് ചേരാത്ത വഴികളിൽ നിന്ന് മാറി നടക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. അശുദ്ധമായ ചില കൂട്ടുകെട്ടുകൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. ശത്രുവായ സാത്താൻ്റെ മുമ്പിൽ ഭയന്ന് കരയുന്നവരല്ല, ഗർജിച്ച് അവനെ തുരുത്തി ഓടിക്കുന്ന രാജകുമാരന്മാരും രാജകുമാരികളുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജനമേ, ദൈവജനമേ, രാജപുരോഹിത ഗണമേ, ജയഘോഷമാർത്തു വരുവിൻ. യാഗവേദിയിൽ ജയ ജയാരവം മുഴക്കാം, സ്തുതിഗീതങ്ങൾ പാടാം, കരഘോഷത്താലതിമോദം തിരുനാമമേറ്റുവാഴ്ത്താം. ജയ ജയാരവം മുഴക്കാം, സ്തുതിഗീതങ്ങൾ പാടാം, കരഘോഷ